ഈ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. അതിന് വേറെ വാചകമില്ല. നിങ്ങൾ RSSനെ വെള്ളപൂശാൻ ശ്രീജിത്ത് പണിക്കരോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്. വളരെ മോശപ്പെട്ട രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനവും എല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ RSS. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാം. നമ്മൾ പറയുന്നത് ഈ VC-മാര് വ്യക്തിപരമായി RSSന് വേണ്ടി പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഗണഗീതം പാടുന്നതോ കുറുവടി എന്തുന്നതോ നിക്കറിടുന്നതോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ വൈസ് ചാൻസലർ എന്ന മഹത്തായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. അതിന് വേറെ വാചകമില്ല. നിങ്ങൾ RSSനെ വെള്ളപൂശാൻ ശ്രീജിത്ത് പണിക്കരോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്, അവർ ഈ രാജ്യത്തെ വിഭജനത്തിന്റെ ആളുകളാണ്. ഇപ്പോഴും നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവർ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങൾ ആസൂത്രിതം നടക്കുന്നു എന്നത് തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ശ്രീജിത്ത് പണിക്കരെ ഇത്തരം വസ്തുതകൾ മറച്ചു വെക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബീഹാർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പ്ലീസ് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം പ്ലീസ്, ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ബീഹാറിലും ബംഗാളിലൊക്കെ പോയിരുന്നു. എന്തിനാ പോയെന്നറിയോ? ബീഹാറിലെ ഒരു മൗലാന ഹുസൈൻ റാസ എന്ന് പറയുന്ന 30 വയസ്സായ ഇസ്ലാമിക പണ്ഡിതനെ RSSകാർ അതിക്രൂരമായി ബറേലിയിൽ വെച്ച് ട്രെയിനിൽ വെച്ച് ക്രൂരമായി തള്ളിയിട്ട് കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീട്ടിലെ ബീഹാറിൽ ഞങ്ങൾ പോയത്, ഉത്തർപ്രദേശിൽ ഒരു FIR പോലും രേഖപ്പെടുത്തില്ല. ഞങ്ങൾ പോയ ശേഷമാണ്, അവിടുത്തെ സർക്കാർ ഇടപെട്ട ശേഷമാണ് അവിടെ FIR രേഖപ്പെടുത്തിയത്. ഞാൻ പറയട്ടെ, ഈ ഹൈന്ദവ മതത്തിന്റെ ഭാഗമായി ഇങ്ങനെ ആരെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് അതിന്റെ ഏതെങ്കിലും വേദപുസ്തകങ്ങളിലോ മറ്റോ പറയുന്നുണ്ടോ? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഒരു മതവും ഹിന്ദു മതമല്ല, ഒരു മതവും ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം. എന്നാൽ RSS, ഞാൻ പറയട്ടെ, RSS ഹിന്ദുമതത്തിനെതിരാണ്, നമ്മുടെ രാജ്യത്തിനെതിരാണ്. ആ കൂട്ടരുടെ പിന്നാലെ പോയി അവർക്ക് കൈയടിച്ചു കൊടുക്കാൻ, അതിന്റെ സുപ്രീമോയുടെ കൂടെ വേദി പങ്കെടുക്കാൻ, അതിന്റെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വൈസ് ചാൻസലർ എന്ന മഹനീയ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇവർ ചെയ്തിട്ടുള്ളത് കടുത്ത ബാധകമാണ്. TP സെൻകുമാറിനെ പോലെയുള്ള സംഖ്യയായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടാകും. ഒന്നാമത്തെ ആളാണ് VD സതീശൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണ്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വിലകളെ. ഓർമ്മയുണ്ടല്ലോ മഞ്ജുഷിന്, ഓർമ്മയില്ലേ മഞ്ജുഷ? അത് ഓർമ്മയില്ലേ മഞ്ജുഷിന്? അത് ഓർമ്മയില്ലേ മഞ്ജുഷ? BJPക്കാരുടെ അജണ്ടയിൽ ഒന്നാമതായി തോൽപ്പിക്കേണ്ടത് അവർ BJP CPM ഡീലിൽ അല്ല. നിങ്ങൾ അങ്ങനെ, നിങ്ങൾക്ക് അതൊക്കെ തോന്നും പറയാൻ. എത്തുമ്പോ നിങ്ങൾക്കത് അതായത് VD സതീശൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേരത്തെ. ഇതാണ് ഷാക്കിറിന്റെ വാദം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, RSSന്റെ 32 വർഷത്തെ അസ്ത്രജാലകിന്റെ പരിപാടിയിൽ VD സതീശൻ പോയെന്ന പിണറായി വിജയന്റെ ആരോപണത്തിന് മറുപടി എന്ത്? നിങ്ങൾ RSSനെ വെള്ളപൂശാൻ ശ്രമിക്കല്ലേ? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് നിങ്ങളല്ലേ സതീശനെ ഞാൻ ഇന്നേ വരെ RSSന്റെ പരിപാടി പോയിട്ടില്ലെന്ന്. മാറില്ല. ഞാൻ RSSന്റെ സതീശൻ 2 പരിപാടി പോയി. സതീശൻ എന്തിനാ RSSന്റെ പരിപാടിയിൽ പോയി എന്നുള്ളൊരു മറുപടി ഉണ്ടോ സാറേ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. സതീശൻ RSSന്റെ പരിപാടിയിൽ എന്തിനു പോയി എന്ന് ഷാക്കിറിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ. VD സതീശനോട് ചോദിച്ചു. VD സതീശനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഞാൻ 2 ദിവസം മുമ്പ് കൂടി അദ്ദേഹത്തിനെ കുടുംബസമേതം കണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായി നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന് ഈ RSSനോട് വിരോധമില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.